പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കാപ്പിയരി വറക്കുന്ന വീഡിയോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കാപ്പിയരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാപ്പിയരി ആ ചെറിയ പാത്രമായതുകൊണ്ട് കാപ്പിയരി കൂടുതലുമായതുകൊണ്ട് ഇളക്കാൻ പറ്റാത്തത് കാരണം വീണ്ടും പാത്രം മാറേണ്ടി വന്നു. പിന്നെ ഞാൻ ഒരു ഉരുളിയെടുത്ത് അടുത്ത് വെച്ച് ഇട്ട് ആ ചീനിച്ചട്ടിയിലുണ്ടായിരുന്ന കാപ്പിയരി ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്ത് കൈ തൊടാതെ നന്നായി ഇളക്കണം. ഏകദേശം 1 മണിക്കൂറോളം സമയം പിടിക്കും ഇത് ഒന്ന് വറുത്ത് കിട്ടുക. ഈ കാപ്പിയരി ഏകദേശം മൂപ്പാകുമ്പോൾ ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇടുന്നത് എന്താണെന്നറിയാമോ? ഈ കാപ്പി പൊടിക്ക് നല്ല കടുപ്പം കിട്ടാനാണ് പഞ്ചസാര ഇടുന്നത്. അതുകൂടാതെ ജീരകം, ഏലക്ക ഇതെല്ലാം ഇതിനകത്ത് ഇടാവുന്നതാണ്. ഇതെല്ലാം നല്ല ടേസ്റ്റ് കിട്ടുന്ന വസ്തുക്കളാണ്. ഇതിൻ്റെ രുചി ഇഷ്ടമില്ലാത്തവർ ഇതിടണ്ട. ഞാൻ ഇപ്പോൾ അതൊന്നും ഇടുന്നതല്ല. ഞാൻ ഈ കാപ്പിയരിക്കകത്ത് ഉലുവയാണ് ചേർക്കുന്നത്. ഇതെല്ലാം വറുത്ത് എടുത്തതിന് ശേഷം ഉലുവായിട്ട് കൊടുക്കുന്നതായിരിക്കും. കാപ്പിയരി വറുത്ത് വന്നിട്ടുണ്ട്. അത് ആ ചീനിച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് കാപ്പിയരി വറുത്ത ഉള്ളി വീണ്ടും അടുപ്പത്ത് വെച്ച് ഉലുവായിട്ട് കൊടുക്കുക. ഏകദേശം 200 ഗ്രാം ഉലുവയോളം ഉണ്ട്. അതും കാപ്പിയരി എപ്രകാരം വറുത്ത് വെച്ചിരിക്കുന്ന അതേ നിറത്തിൽ തന്നെ ഉലുവായും വറക്കേണ്ടതാണ്. ഉലുവ നന്നായി മൂത്തിട്ടുണ്ട്. അത് കാപ്പിയരി വറുത്ത് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയും മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.